മാഞ്ഞാലി AIS UPSC 58ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഫെബ്രുവരി 6-7 തീയതികളിലാണ് പ്രധാന ആഘോഷങ്ങൾ. മാഞ്ഞാലി അൻസാറുൽ ഇസ്ലാം സംഘം UP സ്കൂളിന്റെ 58ാമത് വാർഷികാഘോഷവും അൻസാറുൽ ഇസ്ലാം സംഘം നിർമ്മിച്ച സ്കൂൾ സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ഫെബ്രുവരി 6-7 തീയതികളിലായി നടക്കും. വാർഷികാഘോഷത്തിന് മുന്നോടിയായി സ്കൂൾ അങ്കണത്തിൽ PTA വൈസ് പ്രസിഡന്റ് MA അനസ് പതാക ഉയർത്തി. സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിനും സബ് ജില്ലാ കായിക മേളയിലും വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് MK ജമാലുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് MA അനസ് അധ്യക്ഷത വഹിച്ചു. HM ഇൻചാർജ് ശ്രീജ ടീച്ചർ സ്വാഗതം പറഞ്ഞു. PTA കമ്മിറ്റി അംഗം TH അനസ്, മാതൃസംഘം ചെയർപേഴ്സൺ മുബീന തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ പല സന്ദർഭങ്ങളിലായി ഉപജില്ലാ തലത്തിലും ജില്ലാതലങ്ങളിലും അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയശ്രീലാളിതരായി ഈ മുഹൂർത്തത്തിൽ ഇവിടെ വന്നു നിൽക്കുകയാണ്. തീർച്ചയായും നമുക്ക് സന്തോഷത്തിന് വക നൽകുന്ന ഈ അവസരം വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെയും മറ്റന്നാളുമായി നടക്കുന്നതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഒരു ഉത്സവമാണ്. ഈ ഉത്സവത്തിൽ അവർക്ക് അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകാശിതമാക്കുവാനുള്ള സന്ദർഭങ്ങളും അവസരങ്ങളുമുണ്ട്. ആ അവസരത്തെ വളരെ ഭംഗിയായി നിങ്ങൾ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെയും അധ്യാപകരുടെയും യശസ് വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ നല്ലൊരു പങ്ക് വഹിക്കാൻ പോവുകയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ രക്ഷകർത്താക്കളും നിങ്ങളുടെ തന്നെ അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും സഹോദരങ്ങളുമെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കും. വരുന്ന 6-7 ദിവസങ്ങളിലായി നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ സ്കൂൾ കലാമേളയിൽ അതുപോലെ തന്നെ കായികമേളയിലെല്ലാം നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന നാളെയും മറ്റന്നാളുമായി നടക്കുന്ന 58ാമത് വാർഷികാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് നടക്കുമെങ്കിൽ പോലും അനൗപചാരികമായി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. 2025-26 കാലഘട്ടത്തിൽ നമ്മുടെ ഈ വിദ്യാലയം മികവിൻ്റെ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് നമ്മുടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയ ഇവിടുത്തെ അധ്യാപകർക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട്